ടെലഗ്രാം ആപ്പിന് ഇന്ത്യയിൽ പൂട്ട് വീഴാൻ സാധ്യത. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ടെലഗ്രാം ഉപയോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് ആപ്പിന് രാജ്യത്ത് പൂട്ട് വീഴാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ടെലഗ്രാം ആപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. ടെലഗ്രാമിന്റെ സിഇഒ ആയ പാവേൽ ഡുറോവിനെ ഫ്രഞ്ച് അധികാരികൾ പാരീസ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ആപ്പിനെതിരെ ഇന്ത്യയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊള്ള, ചൂതാട്ടം തുടങ്ങി ഗൗരവകരമായ നിരവധി ആരോപണങ്ങളാണ് ടെലഗ്രാം കമ്പനിക്കെതിരെയുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 5 ദശലക്ഷത്തിലധികം രജിസ്ട്രേർഡ് ഉപയോക്താക്കളാണ് ടെലഗ്രാമിനുള്ളത്. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ ടെലഗ്രാമിന്റെ ഭാവി ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ നിരോധനമായിരിക്കാം ടെലഗ്രാമിനെ കാത്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിനും കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് അന്വേഷണം നടത്തുന്നത്. 2013 പ്രവർത്തനം ആരംഭിച്ച ടെലഗ്രാമിന് നിലവിൽ ലോകമെമ്പാടുമായി 90 കോടിയോളം ഉപയോക്താക്കളാണുള്ളത്. അടുത്ത കാലത്തായി UGC നെറ്റ്, MBPSC, UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ടെലഗ്രാമിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ആപ്പിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉപയോക്താക്കളെ അജ്ഞാതരായി നിലനിർത്താനും അവരുടെ പേര്, നമ്പർ, ഫോട്ടോ തുടങ്ങിയ ഐഡന്റിറ്റികൾ രഹസ്യമായി സൂക്ഷിക്കാനും അനുവദിക്കുന്ന സുരക്ഷാ ഫീച്ചറുകളാണ് ടെലഗ്രാമിനുള്ളത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടാതെ എളുപ്പത്തിൽ ചെയ്യാൻ ഈ ഫീച്ചറുകൾ വഴി വ്യക്തികൾക്ക് സാധിക്കുന്നു. അറസ്റ്റിലായ പാവേലിന് ഫ്രാൻസ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. രാജ്യം വിട്ടു പോകരുതെന്ന ഉപാധിയിൽ €5 മില്യൺ ജാമ്യത്തുകയിലാണ് പാവേലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.